സാധാരണ സേവിംഗ് അക്കൗണ്ടിലുള്ള നിങ്ങളുടെ പണത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കിട്ടുന്ന പലിശ ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ്. എന്നാൽ സാധാരണ നമ്മൾ FD ഇട്ടാൽ കാലാവധി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പലിശയും നമ്മൾ FD ഇട്ട തുകയും ഒക്കെ തിരികെ ലഭിക്കുന്നത്. എന്നാൽ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സേവിംഗ് അക്കൗണ്ടിലുള്ള പണം FD ആയിട്ട് കൺവെർട്ട് ചെയ്യുകയും നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ പൈസ കുറയുമ്പോൾ FD ഇട്ട തുക സേവിംഗ് അക്കൗണ്ടിലേക്ക് തിരികെ വരികയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. വീണ്ടും നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇടുമ്പോൾ FDയിലേക്ക് കൺവെർട്ട് ആവുകയും ചെയ്യുന്ന SBയുടെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ്. സേവിംഗ് അക്കൗണ്ടിൽ കൂടുതൽ തുക വെറുതെ ഇട്ടിരിക്കുന്നവർക്ക് ഇരട്ടി പലിശ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം. മാത്രമല്ല നമ്മുടെ സേവിംഗ് അക്കൗണ്ടിലേക്ക് പണം ഓൺലൈൻ തട്ടിപ്പ് വഴിയൊക്കെ നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കൺവെർട്ട് ചെയ്യുന്ന തുക FD ആയതിനാൽ നഷ്ടപ്പെടുകയുമില്ല. എങ്ങനെയാണ് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SBയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള 70-ലധികം വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ ലൈറ്റ് SBA ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് വ്യൂ ബാലൻസ് നോക്കിയാൽ നമ്മുടെ ബാലൻസ് അറിയാം. ഇവിടെ 16,801 രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഞാനിവിടെ വരച്ച് കാണിച്ച ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്ന ഓപ്ഷൻസ് കാണാം. ഇവിടെ FD, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇതെല്ലാം കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓപ്പൺ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ അക്കൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ നിക്ക് നെയിം ആയിരിക്കും അവിടെ വരുന്നത്. അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കും. നമ്മുടെ അക്കൗണ്ട് നമ്പർ രണ്ടാമത് കാണാം. അത് കഴിഞ്ഞ് എത്ര രൂപയാണോ നമുക്ക് ഇത്തരത്തിൽ FD ഇടേണ്ടത് ആ എമൗണ്ട് നമുക്കവിടെ കാണാം. മിനിമം 10,000 ആണ്. നമുക്കവിടെ താഴെയുള്ള ഈ ഡ്രാഗ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിങ്ങനെ നീക്കി എത്ര രൂപയാണോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് 10,000 രൂപ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ആയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് താഴെ സെലക്ട് MOD ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മോഡ് ടൈപ്പ് ചെയ്യണം. എത്ര മാസം, വർഷം ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് പീരീഡ് നമുക്ക് കണക്കാക്കുന്നതാണ്. ഇൻട്രസ്റ്റ് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് മാസത്തിലും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന അവസാനമായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. ഒന്നേ മാസം തോറും അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മുടെ വരും, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും പലിശ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എത്ര പീരീഡാണോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, നമ്മുടെ സേവിങ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തത് ആദ്യത്തേതാണ്. അതായത് നമുക്ക് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് പലിശ വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ എത്ര വർഷമാണ്, മിനിമം 5 വർഷം നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എത്ര മാസം കൂടെ വേണം. ഇപ്പോൾ 1 കൊല്ലവും അടുത്ത് ഞാനിവിടെ 1 മാസവും സെലക്ട് ചെയ്തു. അതിനുശേഷം എത്ര ദിവസം. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡാണ് അവിടെ ചോദിക്കുന്നത്, എത്ര കാലം നമുക്കിത് ഇടണം. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ഇൻ പേ ഔട്ട്, അതായത് ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പലിശ എപ്പോഴാണ് വരണം, മാസം തോറും വരണോ ക്വാർട്ടർലി വരണോ എന്നുള്ള പലിശ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാസം തോറും എന്നുള്ള സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കവിടെ താഴെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കവിടെ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വായിച്ച് നോക്കാം. അതുപോലെ അതിന് താഴെ ഇത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതേ കാര്യങ്ങൾ കുറച്ച് കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്കവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് റിവ്യൂ ചെയ്യാം. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാം. നമ്മൾ എത്ര രൂപയാണ് FD ഇടുന്നത്, അതുപോലെ എത്ര മാസം, എത്ര ഡേറ്റ് അതവിടെ കാണാം. മന്ത്ലി ആണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത്. അതുപോലെ എത്ര രൂപ TDR പേ ഔട്ട് എമൗണ്ട് 41. അതുപോലെ നമുക്ക് എത്ര ശതമാനമാണ് പലിശ കിട്ടുന്നത്, 5% FDയുടെ സാധാ സേവിങ് അക്കൗണ്ടിൽ കിടന്ന 2.5% ആയിരിക്കും പലിശ വരുന്നത്. പക്ഷേ ഈ മൾട്ടി ഡെപ്പോസിറ്റ് ആകുമ്പോൾ 5% വരെ വരുന്നതാണ്. മെച്യൂരിറ്റി ഡേറ്റ് നമുക്കവിടെ കാണാം, എത്ര 2023 വരെ. അപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺ ആണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏജൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ കുറച്ചുകൂടെ പലിശ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ നോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും
ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള നമ്മുടെ നോമിനി എല്ലാ കാര്യങ്ങളും കാണാം. നമുക്ക് താഴെ കൺഫേം എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്കവിടെ കാണാം നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഓക്കെ എന്ന് പറഞ്ഞ് താഴെയുള്ളൊരു ബട്ടൺ ഉണ്ട്. അതൊന്ന് അത് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ നമ്മളെ റിവ്യൂ തന്നെ ഏറ്റവും താഴെ ബാക്ക് ടു മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് നമുക്ക് വരാവുന്നതാണ്. നമുക്ക് നമ്മുടെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമുക്ക് വ്യൂ ബാലൻസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന്. ഇനി 6800 രൂപ. ആദ്യം ഞാൻ 16,801 രൂപ കാണിച്ചിരുന്നു. അപ്പോൾ ഈ 10,000 രൂപ FD ആയിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഈ എമൗണ്ട്, അതായത് നമ്മൾ FD ഇട്ട എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ മെയിൻ ബാലൻസിലേക്ക്, സേവിങ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സാധാരണ FD ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളും സേവിങ് അക്കൗണ്ടിൽ കൂടുതൽ എമൗണ്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റായിട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് പലിശ കൂടുതൽ കിട്ടും. സേവിങ് അക്കൗണ്ടിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി പലിശ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് SBI അക്കൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ യോനോ SBI ആപ്ലിക്കേഷൻ, യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് സാധിക്കുന്നത്. യോനോ ആപ്പ് വഴി ഇത് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് നോക്കിയാൽ നമ്മുടെ മെയിൻ ബാലൻസ് സേവിങ് അക്കൗണ്ടിലുള്ള 6000, ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് താഴെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇട്ട ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാലൻസൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ATMൽ നിന്നും നമ്മുടെ സേവിങ് അക്കൗണ്ടിലുള്ള പൈസ നമ്മൾ വിഡ്രോവൽ ചെയ്യുമ്പോഴേക്കും ഈ FDയിൽ നിന്നുള്ള പൈസ ഇതിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.